അത് അടിയന്തരമായി ക്രമീകരിക്കാനുള്ള സംവിധാനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 5 പേഷ്യന്റാണ് ഡെത്ത്. അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല, തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ മരണമായിട്ട് മരിച്ചു വന്നത്. അപ്പൊ ഇതിലില്ല. പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്ന, അതാ നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ്. മേപ്പാടി ഇന്നലെ വന്നതാണ്. എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി, ഭയങ്കര ബാഡായിരുന്നു. വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഐസിയുയിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരിച്ചത്. ബാഡായിരുന്നു അത്. ആ കേസാണെന്ന് ഞാൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ചോദിച്ചത്. പിന്നെ ഉള്ളത് ഞാൻ എല്ലാം ഷീറ്റ് വെച്ച് ഡാറ്റ എടുത്താണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യന്റെ പേര്. അത് ഭയങ്കര ഓൾറെഡി ബാക്കിയുള്ള 3 പേഷ്യന്റ്, 2 പേഷ്യന്റ് മെഡിക്കൽ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെത്ത്. ബാക്കിയുള്ള 3 പേഷ്യന്റ് 2 ഇന്ന് വന്നതാണ്, ഉച്ചയ്ക്ക് ശേഷം വന്നത്. അത് 2 പേരും, ഒരാൾ ക്യാൻസർ പേഷ്യന്റാണ്, വയറ് ക്യാൻസർ, കൗണ്ട് ഭയങ്കര കുറഞ്ഞ് ഇൻഫെക്ഷനായിട്ട് വന്ന ന്യൂട്രോപെനിക് സെപ്സിസ് എന്ന് പറയും. വേറൊരു പേഷ്യന്റ് ലിവർ ഫെയിലിയർ ആയിട്ട് വന്ന പേഷ്യന്റാണ്. കിഡ്നി ഇഞ്ചുറി ഉണ്ട്. അത് ഇന്നലെ വന്നതാണ്, ആൽക്കോളിക് ലിവർ ഡിസീസ്. വേറെ ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യന്റ് ന്യൂമോണിയ ആയിട്ട് വന്നതാണ്. അത് 7:40. അത് ഇതുമായിട്ട് ബന്ധമുള്ളതായി തോന്നുന്നില്ല. 7:40 തന്നെ പുക വരുന്നതിന്റെ മുന്നേ തന്നെ ഐസിയുന്ന് ഈ സൈഡ് റെഡ് ഏരിയയിലുണ്ടായ പേഷ്യന്റാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം മറ്റേ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെടുത്ത 2 മെഡിക്കൽ ലീഗൽ കേസ്, 1 ബ്രോഡ് ഡെത്തും, ഒരു പേഷ്യന്റ് ഓൾറെഡി സിക്കായിട്ട് ഐസിയുലുള്ളതാണ്. മരുന്ന് കഴിച്ചിട്ടില്ല, വിഷം കഴിച്ചിട്ട് വന്ന ആള്, വിഷം കഴിച്ച് വന്ന ലേഡി, വയനാട് സ്വദേശി അതാണ് വിഷം കഴിച്ച് വന്നത്. അത് പ്ലീസ്, ഞാൻ ബാക്കിയുള്ള 3 പേഷ്യന്റില് 3 പേഷ്യന്റും സിക്കായിട്ടാണ്. 2 പേഷ്യന്റ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നതാണ്. ഒരെണ്ണം അത് ഈ തീയിന്റെ ആ സമയത്ത് തന്നെ ഡെത്തായതാണ്. അത് ഭയങ്കര ബാഡായിരുന്നു. വേറെയുള്ള ഒരു പേഷ്യന്റ് ആൽക്കഹോളിക് ലിവർ ഡിസീസും ഹെപ്പാറ്റിക് എൻസോഫിലോപ്പതി, ലിവർ കിഡ്നി ഇഞ്ചുറി ഒക്കെ ആയിട്ട് അതും 2 വന്നതാണ്. ഇത് ഭയങ്കര സിക്കായിരുന്നു. അതിന് റെഡ് ഏരിയയിൽ നിർത്തിയാണ്. ആ പേഷ്യന്റ് വരുമ്പോഴേ ഭയങ്കര ബാഡാണ്, അതാണ് ഡെത്തായത്. ഒരു പേഷ്യന്റാണ് ഇന്നലെ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ്, അതാണ് അതും സിക്കായിരുന്നു. ആ പേഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പേഷ്യന്റ് ഇന്നലെ എക്കാലക്സ് കഴിച്ചിട്ട്, ഞാൻ പേര് പറയുന്നില്ല, എക്കാലക്സ് കഴിച്ച് വന്ന പേഷ്യന്റാണ്. ഭയങ്കര സിക്കായിരുന്നു. ഐസിയുവിൽ വെന്റിലേറ്ററിലായിരുന്നു. ആ പേഷ്യന്റ് ഉടനെ തന്നെ പുക വന്നാൽ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു മെഡിസിൻ ഐസിയുവിലേക്ക്. അപ്പോൾ അവിടെ എത്തി ഐസിയുവിൽ എത്തിയിട്ടാണ് ഭയങ്കര ബാഡാണ് ആ പേഷ്യന്റ്. ഇവിടെ 2 ദിവസമായി, ഇന്നലെ മുതലേ ബാഡാ. അതാണ് എക്കാലക്സ് കഴിച്ച് വന്ന പേഷ്യന്റ്. ആ പേഷ്യന്റാണ്. ഒരെണ്ണം 5 ഒരാൾ ബ്രോഡ് ഡെത്താണ്, 4 ഡെത്ത്, 1 എക്കാലക്സ്, ബാക്കി 2 പേര്, 1 ക്യാൻസറും അതിന്റെ കൂടെ കൗണ്ട് കുറഞ്ഞ് ന്യൂമോണിയ ഉള്ളത്, വേറെ 1 ന്യൂമോണിയ ഉള്ളത്. 3ാമത്തെ കേസാണ് ലിവർ, അതേപോലെ കിഡ്നി 2 ഡാമേജ് ആയിട്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ബാക്കി നമ്മളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേര് സ്വദേശപ്രകാരമാണ് പോയത്, പ്രൈവറ്റില്. കുറച്ച് പേര് ബീച്ചിലുണ്ട്. അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ ടീം 2 ദിവസം ബീച്ചിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള കാർഡിയോളജി ഡ്യൂട്ടി, എന്ത് പ്രോബ്ലം ഉണ്ട്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് വേണമെങ്കിൽ ഇവിടുത്തെ നമ്പർ കൊടുത്തിട്ട് നേരെ ഡയറക്റ്റ് കാർഡിയോളജിയിലേക്ക് എടുത്തോളൂ. പിന്നെ ബാക്കി എല്ലാ ട്രീറ്റ്മെന്റും റെഡിയാക്കി. ഓർത്തോ ഈ 2 പേരെ വെച്ച് അവിടെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് മെഡിസിന് 4 or 5 പേരെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 ദിവസം ഇതൊന്ന് റെഡിയാവുന്നവരെ നമ്മൾ DMമായിട്ട് സംസാരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വീണ ജോർജ് മിനിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 5 പേരാണല്ലേ? ഒരെണ്ണം ബ്രോഡ് ഡെത്ത്, വരുമേ മരിച്ചതാണ്. ടോട്ടൽ 5 ഡെത്താണ്. ഇതുമായിട്ട് ബന്ധമുള്ളതല്ല ഒരു ഡെത്ത്, ബ്രോഡ് ഡെത്ത് അല്ലേ. അപ്പോൾ 2 മെഡിക്കൽ ലീഗൽ കേസ് നമ്മൾ ഓട്ടോപ്സി ചെയ്യണല്ലോ. മറ്റേത് നമ്മളെ ബന്ധുക്കളോട് നാളെ സംസാരിച്ചിട്ട് എന്താ വേണ്ട അനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഓട്ടോപ്സി ഇതുവല്ല. മെഡിക്കൽ ലീഗൽ കേസിൽ MLC അത് ഒരെണ്ണം ബ്രോഡ് ഡെത്ത്, വരുമ്പം തന്നെ മരണപ്പെട്ടിട്ട് ബോഡിയായിട്ട് വന്നത്, അതെന്തായാലും ഓട്ടോപ്സിയാണ്, ഹാങ്ങിങ് ആണ്. അത് മരിച്ച് ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ മോർച്ചറിൽ വെക്കാൻ ഇവിടുന്ന് എൻ്റർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. 2ാമത്തത് വിഷം കഴിച്ച് വന്നതാണ്, അത് എന്തായാലും ഓട്ടോപ്സി ചെയ്യണ്ടേ. മറ്റേത് ബന്ധുക്കളായിട്ട് സംസാരിച്ചിട്ട് 3 കേസ് നാളെ രാവിലെ തീരുമാനമാക്കാം, ധൃതി വെക്കണ്ടെന്ന് വെച്ചു. 2 കേസ് മാത്രമാണ് ഓട്ടോപ്സി. ആ 2 കേസ് ഒരെണ്ണം ബ്രോഡ് ഡെത്ത് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ ക്ലാരിറ്റി ഉണ്ടല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. ആൾക്കാരുടെ രോഗികളെ, നമ്മളെ അസുഖമായിട്ട് വന്ന ആൾക്കാരെ നമ്മളെ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്കിൽ കാർഡിയോ, ന്യൂറോ, നെഫ്രോ
ഗ്യാസ്ട്രോയിലേക്ക് പരമാവധി ആൾക്കാരെ അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ ആ അസുഖമുള്ള ആൾക്കാരെ അങ്ങോട്ട് മാറ്റി ബാക്കി മെഡിസിൻ, സർജറി, അതേപോലെ പഴയ ന്യൂറോ സർജറി വാർഡ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെന്റിലേറ്റർ വേണ്ടൊക്കെ വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്പെസിഫിക് ആയിട്ട് തന്നെ എല്ലാ HODമാരും വന്നിരുന്നു. ബാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിലെ എക്സ്ട്രാ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, കൂടുതൽ ഡോക്ടേഴ്സിനെ കൂടി വരാൻ പറഞ്ഞ് അവരുടെ എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബീച്ചിലേക്ക് നമ്മൾ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിന് 2 ദിവസത്തേക്ക് ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മീൻ വയൽ പഴയ കാഷ്വാലിറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് ഒരു 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ബാക്കി ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ബാക്കിയെല്ലാം റിപ്പയർ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്.